നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലേ പണം ഉണ്ടാക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ഈ ഉണ്ടാക്കുന്ന പണം നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നാം. പക്ഷെ ഇവിടുത്തെ സത്യം എന്താന്ന് വെച്ചാൽ വെൽത്ത് ക്രിയേഷൻ എന്നുള്ളൊരു ഭാഗ്യമല്ല, അതൊരു ഫോർമുലയാണ്. അപ്പൊ ഈ ഒരു ഫോർമുലയുടെ കോർ ഐഡിയ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പണിയെടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നാണ്. ഇപ്പം ഇവിടെ ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ വരാം, എവിടെ നിങ്ങൾ നിങ്ങളുടെ പണം വെക്കണം എന്നുള്ളത്. ഇന്ത്യയിൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്, FD എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആണ്, സേഫ് ആണ്, ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ ആക്ച്വലി ഫിക്സഡ് ഡിപ്പോസിറ്റ് നിങ്ങൾക്കായിട്ട് സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഒരു 5 വർഷത്തേക്ക് 1 ലക്ഷം രൂപ FD യിലേക്ക് ഇടുവാണ് 6% ഇൻട്രസ്റ്റ് റേറ്റിൽ. നിങ്ങൾ 30% ടാക്സ് ബ്രാക്കറ്റിലാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ 34,686 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ ഏൺ ചെയ്യും. അപ്പൊ ഇതിൽ 10,405 രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് വരുന്നത് 24,280 രൂപയായിരിക്കും. ഇനി നിങ്ങൾ ഇൻഫ്ലേഷൻ കൂടി ഇവിടെ കൺസിഡർ ചെയ്യും. ഈവൻ പെർ ആനം 5% എടുത്താൽ പോലും 5 വർഷം കഴിയുമ്പോൾ 1 ലക്ഷം രൂപയുടെ പർച്ചേസിംഗ് പവർ വരുന്നത് 1,27,628 രൂപയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? 5 വർഷം മുമ്പ് 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ നിന്ന ഒരു സാധനത്തിന് ഇന്ന് നമ്മൾ 1,27,628 രൂപ കൊടുത്താലേ നമുക്കത് കിട്ടുള്ളൂ. അതായത് ഇന്ന് നമ്മൾ എക്സ്ട്രാ 27,628 രൂപയും കൂടി കൊടുക്കണം. നിങ്ങളുടെ നെറ്റ് ഗെയിൻ 24,280 രൂപയായിരുന്നു. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ 27,628 രൂപയും. സോ ഇവിടുത്തെ നമ്മുടെ റിയൽ റിട്ടേൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ ടെക്നിക്കലി നിങ്ങൾ പുറകോട്ടേക്കാണ് ഇവിടെ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ നോക്കുക, 12% CAGR ഈ ഒരു സെയിം 1 ലക്ഷം രൂപ 5 വർഷം മുമ്പേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 1,76,234 രൂപയായിട്ടുണ്ടാവും. അപ്പൊ ഇവിടുത്തെ ഗെയിൻ 76,234 രൂപയാണ്. അപ്പൊ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 1,25,000 താഴെ ആയതുകൊണ്ട് ടാക്സ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. ഇവിടെ നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ 76,234 മൈനസ് 27,628 48,606 രൂപ വരും. അപ്പൊ FDയുടെ നെഗറ്റീവ് റിട്ടേൺ വെച്ച് നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റിയൽ റിട്ടേൺ വരുന്നത് ഏകദേശം 8%. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ബെറ്റർ ആണ്. അപ്പൊ ഇതുകൊണ്ടാണ് എക്സ്പേർട്സ് ലോങ് ടേം ഇൻഫ്ലേഷൻ ബീറ്റേഴ്സ് ആയിട്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ ഇവിടെ കണക്കാക്കുന്നത്. സോ നമ്മൾ ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വെൽത്ത് ക്രിയേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ്. സോ എങ്ങനെയാണ് നമുക്ക് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 പ്രിൻസിപ്പിൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ജേർണിയുടെ ഫൗണ്ടേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആക്ട് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യത്തെ റൂൾ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആണ്. അപ്പൊ ആദ്യത്തെ പ്രിൻസിപ്പിൾ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു സ്പെസിഫിക് ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാർക്കറ്റ് അപ്സ് ആൻഡ് ഡൗൺസിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത ഇവിടെ വളരെ കുറവാണ്. ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ടേക്ക് ഇവിടെ കൊണ്ടുപോയിക്കോളും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് സേവ് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇന്നാണെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ 30 ലക്ഷം രൂപ ചെലവാകും. അതുപോലെ തന്നെ നിങ്ങൾ മുന്നിലേക്ക് 15 വർഷം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇപ്പം പെർ ഇയർ ഇൻഫ്ലേഷൻ ആവറേജ് 5% എടുത്താൽ ഈ ഒരു 30 ലക്ഷം 15 വർഷം കഴിയുമ്പോൾ ഏകദേശം 63 ലക്ഷം രൂപയായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ആക്ച്വൽ ടാർഗറ്റ് 30 ലക്ഷം രൂപയല്ല, 63 ലക്ഷം രൂപയാണ്. ഇപ്പം പെർ ഇയർ ഒരു 12% എക്സ്പെക്ടഡ് റിട്ടേൺസിൽ ഈ ഒരു 63 ലക്ഷം രൂപ നേടണമെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും SIP വഴി ഏകദേശം 13,200 രൂപ വെച്ച് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇന്ന് നമ്മൾ എത്ര വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താമെന്നുള്ളത് നോക്കും. ഇനി രണ്ടാമത്തെ റൂൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ മാർക്കറ്റ് ടൈമിംഗ് ചെയ്തതിനേക്കാളും മാർക്കറ്റിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ഈ ഒരു ഉപദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഉപദേശിക്കുന്നത്? അപ്പൊ ചുമ്മാ ആളുകൾ പറയുന്നല്ല, ഡേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഇവിടെ കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ 1 വർഷത്തേക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പണം നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് ഇവിടെ. എന്നാൽ നിങ്ങളിപ്പോൾ ഒരു 7 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാധ്യത ഇവിടെ കുറയും. അതായത് പണം നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി ഓൾമോസ്റ്റ് 0 ആകും. ഇനിയിപ്പം രണ്ടാമത്തെ കാര്യം, കോമ്പൗണ്ടിങ്ങിലെ റിയൽ പവർ പിന്നീടുള്ള വർഷങ്ങളിലാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ മാസവും 10,000 രൂപ വെച്ച് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് അടുത്ത 25 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആവറേജ് ഒരു 12% ആവറേജ് റിട്ടേൺസ് ഇവിടെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1,70 ലക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. എന്നാൽ നിങ്ങൾ ഇവിടെ ഒരു 5 വർഷം മുന്നേ ഇവിടെ എക്സിറ്റ് ചെയ്താൽ, അതായത് 20 വർഷം മാർക്ക് എത്തിയപ്പോഴേക്കും നിങ്ങളുടെ കോർപ്പസ് ഇവിടെ വരുന്ന ഏകദേശം 92 ലക്ഷം രൂപ മാത്രമായിരിക്കും. അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം 80 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സമ്പത്തിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. സോ ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ഇനിയിപ്പം മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആദ്യത്തെ 1 കോടിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈം എടുക്കും. പക്ഷെ നിങ്ങളുടെ അടുത്ത കോടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയും. സപ്പോസ് നിങ്ങളിപ്പം SIP വഴി എല്ലാ മാസവും 25,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. പെർ ഇയർ ആവറേജ് ഒരു 12% റിട്ടേൺസ് ഏൺ ചെയ്യുവാണെങ്കിൽ ഏകദേശം 14 വർഷം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ 1 കോടി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
എന്നാൽ ഒരിക്കൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ 1 കോടി എത്തിക്കഴിഞ്ഞാൽ സെയിം 12% റിട്ടേൺസിൽ നിങ്ങൾക്ക് ഒരു വർഷം 12 ലക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അടുത്ത 1 കോടി ജസ്റ്റ് 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പേഷ്യൻസ് ഇൻവെസ്റ്റിംഗിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്കിൽസിൽ ഒന്നായിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഇനിയിപ്പം മൂന്നാമത്തെ റൂൾ സ്റ്റെപ്പ് അപ്പ് SIP ആണ്. അപ്പൊ നിങ്ങളുടെ ഇൻകം വളരുന്നതനുസരിച്ച് നിങ്ങളുടെ SIP ഇവിടെ വളരണം. ഒരു ഫ്ലാറ്റ് SIP നല്ലതാണ്, പക്ഷെ ഒരു സ്റ്റെപ്പ് അപ്പ് SIP ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ജേർണിയുടെ സ്പീഡ് ഇവിടെ കൂട്ടാം. അപ്പൊ ഇവിടുത്തെ ലോജിക് സിമ്പിൾ ആണ്. ബൈ ടൈം നിങ്ങളുടെ ഇൻകം ഇവിടെ വളർന്നുകൊണ്ടിരിക്കും. സോ അതനുസരിച്ച് ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വളരണം. അപ്പൊ എല്ലാ വർഷവും ഈവൻ ഒരു 10% വെച്ച് നിങ്ങളുടെ SIP കൂട്ടിയാൽ ലോങ് ടേമിൽ അതിന്റെ വ്യത്യാസം വളരെ വലുതായിരിക്കും ഇവിടെ. അപ്പൊ ഇത് നമുക്കൊന്ന് 15-15-15 റൂൾ വെച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാ മാസവും 10,000 രൂപ വെച്ച് 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. ആവറേജ് ഒരു 15% ആവറേജ് റിട്ടേൺസ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 കോടി ഉണ്ടാക്കിയെടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് 27 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി 73 ലക്ഷം രൂപ കോമ്പൗണ്ടിങ്ങിന്റെ പവർ കൊണ്ടാണ് ഇവിടെ വന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാ വർഷവും ഈ 15% റിട്ടേൺസ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർ എക്സ്പെക്ടേഷൻ ആണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഇക്വിറ്റി ഇൻവെസ്റ്റിംഗിൽ ആവറേജ് 12% റിട്ടേൺസ് ആണ് കുറച്ചും കൂടി റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ബൈ നേച്ചർ ഇക്വിറ്റി ഫണ്ട് വോളറ്റൈൽ ആണ്. ചില വർഷം നമുക്ക് നെഗറ്റീവ് 10% ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ വേറെ ചില വർഷങ്ങളിൽ 20% ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺസ്. അപ്പൊ ഇവിടെ ടാക്സും ഇൻഫ്ലേഷനും ഫൈനൽ കോർപ്പസിന് ഇവിടെ ബാധിക്കാം. സോ റിയലിസ്റ്റിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ 15 വർഷം കൊണ്ട് 1 കോടി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എല്ലാ വർഷവും നിങ്ങളുടെ SIP ഏകദേശം 10% വെച്ച് കൂട്ടണം. അപ്പോൾ ഒരു 12% ആവറേജ് റിട്ടേൺസ് എടുത്തുകൊണ്ട് അപ്പൊ സ്റ്റെപ്പ് അപ്പ് SIP ഓട്ടോമാറ്റിക്കലി നമ്മുടെ സാലറി ഹൈക്കിന്റെ ഒരു പോർഷൻ ലോങ് ടേം വെൽത്തിലേക്ക് മാറ്റിക്കൊള്ളും. സോ വലിയ രീതിയിൽ ലൈഫ് സ്റ്റൈൽ മാറ്റാതെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ വേഗത്തിൽ നേടിയെടുക്കാനുള്ള സ്മാർട്ട് വഴിയാണിത്. ഇനി നാലാമത്തെ റൂൾ, ബിൽഡ് ദ റൈറ്റ് പോർട്ട്ഫോളിയോ, കോർ ആൻഡ് സാറ്റലൈറ്റ്. അപ്പൊ നിങ്ങൾ ട്രെൻഡിന്റെ പുറകെ പോവാതെ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് നിങ്ങളോട് ഫോളോ ചെയ്യാം. ഇൻവെസ്റ്റേഴ്സ് വരുന്ന ഒരു കോമൺ മിസ്റ്റേക്കിൽ ഒന്നാണിത്. ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫണ്ടിലേക്ക് പോയി അവരങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു വർഷം ഈ ഒരു തിമാറ്റിക് ഫണ്ട് ആവും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. അടുത്ത വർഷം നമ്മൾ നോക്കുവാണെങ്കിൽ വേറൊരു കാറ്റഗറി ആയിരിക്കും ടോപ്പ് പെർഫോമർ. അപ്പൊ ഈ ഒരു അപ്രോച്ചിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡിസിപ്ലിൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല സമയത്തും ലോങ് ടേമിൽ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യുന്ന റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇവിടുത്തെ ഒരു ബെറ്റർ ഫ്രെയിംവർക്ക് കോർ ആൻഡ് സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ അപ്രോച്ച് ആണ്. അപ്പൊ നിങ്ങളുടെ കോർ പോർട്ട്ഫോളിയോ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 70 മുതൽ 80% വരെ ആയിരിക്കും. അപ്പം ഈ ഒരു പോർഷനിൽ ഡൈവേഴ്സിഫൈഡ് ഫണ്ട്സ് ആയിരിക്കും വരുന്നത്. ലൈക്ക് ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ട്സ്, ഇൻഡെക്സ് ഫണ്ട്സ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് പോലെയുള്ളത്. അപ്പൊ ഈ ഒരു ഫണ്ട് എല്ലാം സ്റ്റേബിൾ ആയിട്ട് ലോങ് ടേം വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫണ്ട്സ് ആണ്. അപ്പൊ ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഫൗണ്ടേഷൻ ആവും. അതുപോലെ പല മാർക്കറ്റ് സൈക്കിളും നല്ലപോലെ പെർഫോം ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ഇനി ബാക്കി 20 മുതൽ 30% സാറ്റലൈറ്റ് പോർഷനിലേക്ക് നിങ്ങൾക്ക് മാറ്റിവെക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സെക്ടർ ഫണ്ട്സ്, തിമാറ്റിക് ഫണ്ട്സ്, മിഡ് ക്യാപ് ഫണ്ട്സ് അല്ലെങ്കിൽ ഹൈ കൺവേർഷൻ ഓപ്പർച്യൂണിറ്റീസ് വഴി കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നാൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് തീം നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിലും എപ്പോൾ എക്സിറ്റ് ചെയ്യണം, അതുപോലെ എന്തുകൊണ്ട് എക്സിറ്റ് ചെയ്യണം എന്നൊരു ക്ലിയർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് പോകുന്നതാണ് ഇവിടെ നല്ലത്. നിങ്ങളുടെ കോർ പോർട്ട്ഫോളിയോ ഇവിടെ ബോറിംഗ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. അപ്പൊ അത് തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആവാം. പക്ഷെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുടെ സെന്റർ ആവാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇത് ഹിസ്റ്റോറിക്കലി നമ്മൾ ട്രെൻഡിന്റെ പുറകെ പോകാതെ, അതായത് ചുമ്മാ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് പെർഫോമിംഗ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര ഒരു റിലയബിൾ സ്ട്രാറ്റജി അല്ല. മാർക്കറ്റ് സൈക്കിളിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ നല്ല പെർഫോമൻസ് കാണിക്കുന്ന ഫണ്ട്സ് കാലക്രമേണ വീണ്ടും ആവറേജ് പെർഫോമൻസിലേക്ക് തിരിച്ചു വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി മാറ്റം വരുത്തുന്ന റിയാക്റ്റീവ് പോർട്ട്ഫോളിയോനേക്കാളും ഡിസിപ്ലിനോടും പ്ലാനിങ്ങോടും കൂടിയുള്ള ഒരു സ്ട്രക്ചർഡ് പോർട്ട്ഫോളിയോ ആണ് ലോങ് ടേമിലേക്ക് കൂടുതൽ വിജയിക്കുന്നത്. ഇനി അഞ്ചാമത്തെ റൂൾ, ഡൈവേഴ്സിഫൈ ആൻഡ് ഫോക്കസ് ഓൺ അസറ്റ് അലോക്കേഷൻ. അപ്പൊ ഇക്വിറ്റിയിലേക്ക് മാത്രം നിങ്ങൾ ആശ്രയിക്കരുത്. ഡൈവേഴ്സിഫൈഡ് അലോക്കേഷൻ ഓവറോൾ റിസ്ക് കുറയ്ക്കും. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറിൽ ഒന്നാണ് നേരത്തെ തുടങ്ങുന്നതാണ്. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ ഒരു നമ്പേഴ്സ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ 30 വയസ്സ് തൊട്ട് മാസം 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരു 12% ആവറേജ് ആനുവൽ റിട്ടേൺസ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 60 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾക്ക് 3 കോടി 10 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. ഇനിയിപ്പം നമ്മൾ ഈ ലക്ഷ്യം വേറൊരു ആംഗിളിൽ നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു 40 വയസ്സ് വരെ കാത്തു നിന്നിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ എല്ലാ മാസവും ഏകദേശം 35,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലേ 60 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു തുക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 3.5 ഇരട്ടിയിൽ കൂടുതലാണ്. അപ്പം ഇതൊക്കെ സംഭവിച്ചത് നമ്മളിവിടെ 10 വർഷം ഡിലേ ആയതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ നേരത്തെ തുടങ്ങുന്നതിന്റെ പവർ. പക്ഷെ നമ്മളിവിടെ നേരത്തെ തുടങ്ങിയത് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കിവിടെ കറക്റ്റ് അസറ്റ് അലോക്കേഷൻ കൂടി ഇവിടെ വേണം. അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഇക്വിറ്റിയിലേക്ക് വെക്കുന്നതിന് പകരം പല അസറ്റ് ക്ലാസ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ടുള്ള അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി, ഡെറ്റ്, അതുപോലെ ഗോൾഡ്. മാർക്കറ്റ് സൈക്കിള് പല രീതിയിലാണ് ഓരോന്നും ബിഹേവ് ചെയ്യുന്നത്. ഇക്വിറ്റി മാർക്കറ്റ് ഇടിയുമ്പോൾ ഡെറ്റും ഗോൾഡും മിക്കപ്പോൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഈവൻ ബെറ്റർ ആയിട്ട് ഇവിടെ പെർഫോം ചെയ്യും. അപ്പൊ ഇത് കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഓവറോൾ വോളറ്റിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഇവിടെ സഹായിക്കും. അപ്പൊ ശരിയായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ നിങ്ങളുടെ ടൈം ഹൊറിസോൺ അതുപോലെ ഫൈനാൻഷ്യൽ ഗോളിനെ ആശ്രയിച്ചാണ്. അപ്പോൾ ഒരു യങ് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾ മുന്നോട്ടേക്കുണ്ട്.
സോ അവർക്ക് ഇക്വിറ്റി ഹെവി പോർട്ട്ഫോളിയോ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ മറികടക്കാനായിട്ട് അവർക്ക് നല്ല ടൈം ഉണ്ട് അവരുടെ കയ്യിൽ. എന്നാൽ റിട്ടയർമെന്റിലേക്ക് അടുക്കുന്ന ഒരാളാണെങ്കിൽ ഡെറ്റിലേക്കുള്ള അലോക്കേഷൻ പതുക്കെ കൂട്ടുന്നതാണ് നിങ്ങളുടെ കോർപ്പസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ റിസ്ക് മാനേജ്മെന്റ് ടൂളാണ്. ഹയർ റിട്ടേൺസ് ഒന്നും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. പക്ഷേ ഇത് നിങ്ങളെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് എന്തായാലും രക്ഷിക്കും. അതുപോലെ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ജേർണി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കുകയും ചെയ്യും. സോ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ ഇവിടെ തിരിച്ചു വരികയാണ്. മ്യൂച്വൽ ഫണ്ട് വഴി ഒരു സാധാരണക്കാരന് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുമോ? അപ്പൊ ഇതിനുള്ള ആൻസർ യെസ് ആണ്. എന്നാൽ ഇതൊരു ഷോർട്ട് കട്ട് അല്ല, ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല, അതൊരു ഡിസിപ്ലിൻ പ്രോസസ് ആണ്. സോ ഈ ഒരു പ്രോസസ്സ് 5 പ്രിൻസിപ്പിൾ ആണ് പണിതേക്കുന്നത്. ആദ്യത്തെ ലക്ഷ്യം കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ടാർഗറ്റ് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിലേക്ക് എത്താം എന്നുള്ളത് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ലോങ് ടേം ആണെങ്കിൽ നഷ്ടത്തിനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എല്ലാ വർഷവും SIP സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻകം വളരുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വളരണം. നാലാമത്തെ കോർ അതിൽ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. ഇപ്പൊ ട്രെൻഡിന്റെ പുറകെ പോവാതെ ഒരു സ്ട്രക്ചർഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ അഞ്ചാമത്തെ അസറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പല അസറ്റ് ക്ലാസ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന വഴി ഓവറോൾ പോർട്ട്ഫോളിയോ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും. സോ നമ്മൾ ഇന്ന് പറഞ്ഞ 5 പ്രിൻസിപ്പിൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ടൈം നിങ്ങൾക്ക് എന്തായാലും സമ്പത്ത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്തതാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 5 പ്രിൻസിപ്പിൾസിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.